തലമുറകളായി ഫുട്ബോളിനെ പിന്തുടരുന്ന ശാപമാണ് വംശീയത. നിറം, രൂപം, ഭാവം, ദേശീയത ഇതൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പലപ്പോഴും നിറത്തിന്റെ പേരിൽ ഒരു കളിക്കാരന്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല അനവധി സംഭവങ്ങൾ. ലാലിഗയിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വംശീയാധിക്ഷേപത്തിനിരയായ താരമാണ് റയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയർ. 18 മാസത്തിനിടെ 9ലധികം തവണയാണ് അദ്ദേഹത്തിനെതിരെ വംശീയാധിക്ഷേപം ഉണ്ടായത്. ഗാലറിയിൽ നിന്നുള്ള ആംഗ്യങ്ങൾ, വിനീഷ്യസിന്റെ ജേഴ്സി ധരിപ്പിച്ച ബൊമ്മയെ പാലത്തിൽ തൂക്കിയിടുക, അങ്ങനെ നീളുന്നു അത്. ഗതികെട്ട് വിനീഷ്യസ് തന്നെ പലതവണ ശക്തമായി പ്രതികരിച്ചു. കറുത്ത വർഗക്കാരോട് എന്തിനാണ് ഇത്ര കലി? ഫുട്ബോളിലെ വംശവെറി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബാഴ്സലോണയുടെ കാമറൂൺ താരമായിരുന്ന സാമുവൽ എറ്റുവിന് നേരെ 2006 ഉണ്ടായത് മങ്കി വിളികൾ. റോബർട്ടോ കാർലോസ്, റഹീം സ്റ്റേർലിംഗ്, മരിയോ ബെലോട്ടെല്ലി തുടങ്ങി നിരവധി പേർ. വൈ ഓൾവേസ് മീ എന്നുവരെ ബലോട്ടെല്ലി ഒരിക്കൽ ചോദിച്ചുപോയി. ഇറ്റാലിയൻ ക്ലബ് ഫുട്ബോളിൽ റേസിസം ഒഴിയാബാധയാണ്. റൊമേലു ലുക്കാക്കു, ഫ്രാങ്ക് കെസി തുടങ്ങി ഒരു കൂട്ടം ഇരകൾ. കുറ്റവാളികൾക്കെതിരെ ഒരു ശിക്ഷ നടപടികളുമില്ല. ഫുട്ബോൾ ഗാലറികളെ ബാധിച്ച് വർണ്ണ വർഗ വംശവിഷം കുട്ടികളിലേക്കും പടർന്നു പിടിക്കുകയാണ്. വിനീഷ്യസിനെ ഒരു കുട്ടിയാണ് കഴിഞ്ഞ ദിവസം അപമാനിച്ചത്. 1970കളിൽ മുൻനിര ഇംഗ്ലീഷ് ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചിറങ്ങിയ ആദ്യ കറുത്ത വർഗക്കാരനായ വിവ് ആൻഡേഴ്സണും വംശീയാധിക്ഷേപത്തിന്റെ ഇരയായിരുന്നു. കൂലിബാലിയും മെസ്യൂട്ടോസിലുമൊക്കെ അതിന്റെ തുടർച്ചയായി. 2012 ലാലിഗയിൽ നടന്നത് ആരും മറക്കില്ല. കോർണർ കിക്ക് എടുക്കാൻ വന്ന ബ്രസീൽ താരം ഡാനി അൽവസിന് നേരെ VRL ആരാധകർ എറിഞ്ഞത് വാഴപ്പഴം. പക്ഷേ ഡാനി അതെടുത്ത് തിന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ കളി തുടർന്നു. ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റതും വ്യത്യസ്തവുമായ ഒരു പ്രതിഷേധം. മതിയായ നിയമ നടപടികൾ ഇല്ലാത്തതാണ് വർണ്ണവെറിയന്മാരുടെ അഹന്തയ്ക്ക് കാരണം. മെയ് മാസം നടക്കുന്ന ഫിഫ കോൺഗ്രസിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഫുട്ബോൾ ലോകം. ഫിഫ അംഗങ്ങളായ 211 രാജ്യങ്ങളും വംശീയതയ്ക്കെതിരെ ഒന്നിച്ച് പ്രമേയം കൊണ്ടുവരുമെന്നാണ് ഫിഫ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് മാത്രമാകുന്നില്ല. പ്രമേയം കൊണ്ടോ പ്ലക്കാർഡുകൾ കൊണ്ടോ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് പകരമാകുന്നില്ല. കളിക്കാരും മനുഷ്യരാണ്.